ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട് ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഒന്നിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് കൃപ കാണിച്ചു. നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം സെക്കറിയാവിൻ്റെ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എത്രാമത്തെ അധ്യായത്തിലാണ് നാം നിൽക്കുന്നത്? 8-ാമത്തെ അധ്യായം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെഷനിൽ ചിന്തിച്ചത് 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയാണ്. ആദ്യമായിട്ടാണ് നാം ഒരു അധ്യായം സ്പ്ലിറ്റ് ചെയ്തത്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് അതിൻ്റെ 14-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയുള്ള കാര്യങ്ങളാണ്. ഈ 8-ാം വാക്യത്തിൻ്റെ ഒരു തലക്കെട്ട് തന്നെ ബൈബിളിൽ റെസ്റ്റോറേഷൻ ഓഫ് ജെറുസലേം പ്രോമിസ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ഈ അധ്യായത്തിൻ്റെ ഒരു തീം, യെരുശലേമിൻ്റെ യഥാസ്ഥാനം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്ന ഒരു എൻകറേജ്മെൻ്റ് ആണെന്ന് നാം ചിന്തിച്ചു. ദൈവത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ് യെരുശലേമിനെ മടക്കി യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അവിടെ നാം ചിന്തിച്ച ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒന്ന് ആ അധ്യായത്തിൻ്റെ ഒരു ഉള്ളടക്കം മനസ്സിൽ മടങ്ങി വരുവാൻ വേണ്ടി മാത്രം അത് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ സെഷനിൽ നാം ചിന്തിച്ച വിഷയമാണ്. അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം കണ്ടിരുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അവിടെ നാം വായിച്ചിരുന്നു. ഞാൻ മഹാതീക്ഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു. വളരെ ജലസിയുള്ള, തീക്ഷ്ണതയോടെ എരിവുള്ള, അല്ലെങ്കിൽ യെരുശലേമിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി, ആ ജനത്തിനു വേണ്ടി വളരെ ആഗ്രഹത്തോടെ അവരുടെ ജീവിതത്തെ വീക്ഷിക്കുന്ന, അവർ തനിക്കായിട്ടുള്ള ജനമാണെന്ന് എരിവോടെ അവർക്ക് വേണ്ടി ജലസിയുള്ള ഒരു ദൈവം ഇസ്രായേലിനോട് അനുബന്ധിച്ച് നാം ചിന്തിച്ചു. അതേ കാര്യം ഇന്ന് നാം സഭയുമായിട്ട് ചേർത്തും ചിന്തിച്ചിരുന്നു. സഭയെക്കുറിച്ചും നമ്മെക്കുറിച്ചും വീണ്ടെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ചും കർത്താവിന് അത്രമാത്രം എരിവോടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ കാണുന്നു. നമ്മുടെ ഉത്തരവാദിത്വം, ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധി, ഹോളിനെസ്, കർത്താവ് വിശുദ്ധനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അപ്രകാരം ആയിരിക്കണം എന്നുള്ളൊരു ആഹ്വാനം നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് ലഭിച്ചു. സിറ്റി ഓഫ് ട്രൂത്ത് ആൻഡ് ഹോളി മൗണ്ടൻ, നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. സത്യത്തിൻ്റെ നഗരം, അതോടൊപ്പം ഒരു വിശുദ്ധ പർവ്വതം. ആ വിഷയങ്ങളൊക്കെ ബാബിലോനെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും നാം ചിന്തിച്ച വിഷയങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ നഗരത്തിൽ 4-5 വാക്യത്തിൽ അവിടെ വളരെ സന്തോഷവും ഉത്സാഹവും ഉണ്ട്. എല്ലാവരും ചേർന്ന് പാർക്കുന്ന ഒരു നഗരം, അത്തരത്തിലുള്ള നഗരമാണ് 4-5 വാക്യങ്ങളിൽ നാം ചിന്തിച്ചത്. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ പ്രായമുള്ളവരുണ്ട്, പ്രായമുള്ള മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഐക്യതയോടെ ചേർന്ന് വസിക്കുന്ന ഒരിടം. 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലേ. അവിടെ ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാനാണ്? കളിച്ച് ഓടിച്ചാടി നടക്കുകയാണ്. അവിടെ പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടെ ആ രീതിയിൽ നടക്കുന്ന വിഷയമല്ല പറയുന്നത്. എല്ലാ പ്രായക്കാരുമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നഗരം. ആത്മീകമായിട്ട് നാം ചിന്തിച്ചു. ഒരു സഭയിലും ഇത്തരത്തിലുള്ള എല്ലാവരും ചേർന്ന് വസിക്കുന്ന സഭ എന്ന് പറയുന്നത് പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രായത്തിൻ്റെ വ്യത്യാസം ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടിവരവുകളിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഇല്ല. ദൈവം എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ വസിക്കുന്ന വിഷയങ്ങൾ നാം ചിന്തിച്ചു. പിന്നീട് നാം കണ്ടു 6-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു താക്കോൽ വാക്യമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യം നാം അത് ചിന്തിച്ച വിഷയമാണ്. 6-ാം വാക്യത്തിൽ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ഇൻ ദ സൈറ്റ് ഓഫ് the remnant of these people in those days will also be difficult in my sight. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എന്തെങ്കിലും അസാധ്യമായിട്ട് ഉള്ളതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നത്തിങ്. ഉൽപ്പത്തി പുസ്തകം നാം ചിന്തിച്ച ഭാഗമാണ്. 18-ാം അധ്യായം 14-ാം വാക്യം. നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ മീ. കർത്താവിന് ഒന്നും അസാധ്യമായിട്ടോ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങളില്ല. ആ ഒരു വാക്യം നാം ഊന്നൽ കൊടുത്ത് ചിന്തിച്ചിരുന്നു. കർത്താവിന് സകലതും സാധ്യമാണ്. 7-8 വാക്യങ്ങളിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു വാഗ്ദത്വം
ഇസ്രായേൽ ജനത്തോട് കർത്താവ് കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥതയോടെ ഹൃദയവും നീതിയുള്ള ജീവിതവും നമുക്ക് വേണം. ഏറ്റവും അവസാനത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ അവിടെ 13-ാം വാക്യത്തിൽ നാം വായിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇറ്റ് വിൽ കം അബൌട്ട് ദാറ്റ് ജസ്റ്റ് ആസ് യു ആർ എ കേഴ്സ് അമംഗ് ദ നേഷൻസ്. നിങ്ങൾ നേരത്തെ ഒരു ശപിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടായി. യു മേ ബിക്കം എ ബ്ലെസ്സിങ്. നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരും. അതാണ് ഈ അധ്യായത്തിന്റെ പ്രമേയം. ഓക്കെ, നിങ്ങളുടെ ശാപത്തിന്റെ അവസ്ഥ മാറി, കേഴ്സിന്റെ അവസ്ഥ മാറി, നിങ്ങൾ ബ്ലെസ്സിങ്ങിലേക്ക്, അനുഗ്രഹത്തിലേക്ക് വരുന്ന അവസ്ഥ. അത് തന്നെയാണ് ഈ അധ്യായത്തിൽ ആകത്തുകയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ താഴോട്ടുള്ള 14-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ്. അത് പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം എല്ലാവർക്കും. 14-ാം വാക്യം മുതൽ 23-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുദപിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് യെരൂശലേമിനും യഹൂദ ഗൃഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാണ്: ഓരോരുത്തർ താങ്കളെ ചുറ്റുവാനോട് സത്യം പറയും. നിങ്ങളുടെ ദൂരങ്ങളിൽ ദയയോടും സമാധാനത്തോടും കൂടി ന്യായവാദം ചെയ്യും. നിങ്ങൾ ആരും തന്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരീക്ഷിക്കരുത്. കള്ളസത്യത്തിലും ഇഷ്ടത്തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ അരുളപ്പാടായിട്ടുണ്ടാകുന്നതാണ്. സൈന്യങ്ങളുടെ ഇപ്രകാരം ചെയ്യുന്നു: 4-ാം മാസത്തെ ഉപവാസവും 5-ാം മാസത്തെ ഉപവാസവും 7-ാം മാസത്തെ ഉപവാസവും 10-ാം മാസത്തെ ഉപവാസവും യഹൂദഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദവുമായുള്ള ഉത്സവങ്ങൾ ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുന്നു. സൈന്യങ്ങളുടെ യഹോവയ്ക്ക് അരുളിച്ചെയ്തു: ഇനി ജാതികളും പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുകയും നമുക്ക് യഹോവയെ സാധിപ്പിക്കേണ്ടതിന് സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം. ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനും വരും. സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളിച്ചെയ്തു: അക്കാലത്ത് ജാതികളുടെ സഹഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാകരം പിടിച്ചു. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കാൻ ഞങ്ങൾ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് പറയും. ദൈവനാമത്തിന് മഹത്വം. നാം ചിന്തിച്ചതുപോലെ നേരത്തെ നാം ചിന്തിച്ച വാക്യങ്ങളിൽ കർത്താവിൻ്റെ ശാപത്തിന് ഒരു മാറ്റമുണ്ടാകും എന്ന് നാം 13-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു തുടക്കം വായിച്ചു. 14-ാം വാക്യവും 15-ാം വാക്യവും വായിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പൂർത്തീകരണമാണ് നാം വായിക്കുന്നത്. വ്യക്തമായിട്ട് കർത്താവിൻ്റെ ഉദ്ദേശങ്ങൾ കർത്താവ് വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ്. കർത്താവ് പറയുന്ന ഒരു കാലത്ത് കോപത്തിൻ്റെ കാലമായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തോട് വളരെ കോപിച്ച് അവരോട് ചില ന്യായവിധിയുടെ കാര്യങ്ങൾ അറിയിച്ചു. അത് അച്ചട്ടായിട്ട് ആ രീതിയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ബാബിലോണിലെ ആ രീതിയിൽ അടിമത്തത്തിലേക്ക് അവർ കടന്നുപോയി. അങ്ങനത്തെ ഒരു കാലഘട്ടം ആ യഹൂദ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. സെക്കറിയാവ് ഈ പ്രവചനം ആർക്കാണ് എഴുതുന്നത്? സെക്കറിയാവ് ആർക്കാണ് എഴുതുന്നത്? ഈ ബാബിലോണിൽ നിന്ന് പ്രവാസകാലം കഴിഞ്ഞ് അടിമത്വത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു ശേഷിപ്പുണ്ട്. അവരോടാണ് ഈ വിഷയങ്ങൾ എഴുതുന്നത്. അതിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ നാം ചിന്തിച്ച വിഷയമാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവിടെ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു. അവർ അതിൻ്റെ മേൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർക്ക് ഉത്തേജനവും ബലവും ആശ്വാസവും എല്ലാം കർത്താവ് സെക്കറിയാവിലൂടെ വചനങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരറിയിക്കുകയാണ് 14-ഉം 15-ഉം വാക്യങ്ങളിൽ, ഒരു കാലത്ത് നിങ്ങൾ എൻ്റെ ന്യായവിധി അനുഭവിച്ചു. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, യഹൂദ ജനത്തോട് പറയുകയാണ്. എന്നാൽ 15-ാം വാക്യം നോക്കിയേ, ഞാൻ ഈ കാലത്ത് യെരൂശലേമിന് അല്ലെങ്കിൽ യഹൂദ ഗൃഹത്തിന് ഒരു മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഒരു കാലത്ത് ദൈവത്തിന്റെ ന്യായവിധി അനുഭവിച്ചു. അതിലൂടെ അവര് അടിമകളായിട്ട് ആ ദേശത്തേക്കൊക്കെയും പോയി.
അത് ദൈവത്തിന്റെ ആ ന്യായവിധിയുടെ, ദൈവത്തിന്റെ വാക്കുകളുടെ പൂർത്തീകരണമായിരുന്നു അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത്. കർത്താവ് പറയുന്നത് ആ കാലത്ത് അത് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ കാലത്ത് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. അത് ഇതാണ്: നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുവാൻ പോകുന്നു. അവിടെ പറയുന്നത് നിങ്ങളുടെ തിന്മ മാറി വീണ്ടും നന്മ വരുത്തുവാൻ ഞാൻ വിചാരിക്കുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു പ്രവചനം അവരോട് അറിയിക്കുകയാണ് സെഖറിയാവിലൂടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നന്മ വരുത്തുവാൻ പോകുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാണ്. അപ്പൊ സൈന്യങ്ങളുടെ യഹോവ കഴിഞ്ഞ നാളുകളിൽ അവർക്ക് ആ ശാപത്തിന്റെ അവസ്ഥയിൽ, ന്യായവിധിയുടെ അവസ്ഥ അവർ അനുഭവിച്ചവരാണ്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഈ 15-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഈ കാലത്ത് യെരൂശലേമിനോട് ഇടപെടുവാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. എൻ്റെ ഉദ്ദേശം ഇതാണ്: നിങ്ങൾക്ക് നന്മ ഞാൻ ഈ കാലത്ത് വിചാരിക്കുന്നു. അതാണ് ഇസ്രായേൽ ജനത്തോട് ആ കാലഘട്ടത്തിൽ ഈ ശേഷിപ്പ് വന്ന, ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ജനത്തോട് സെഖറിയാവിലൂടെ സംസാരിക്കുന്നത്. അതാണ് അവരുടെ ജീവിതത്തിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ഉത്സാഹവും അവർക്ക് ഉന്മേഷവും ഒക്കെ ലഭിക്കും ഈ ദേവാലയം പണിയുവാൻ വേണ്ടി. സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മോടത് സംസാരിക്കുന്നത്? നമ്മുടെ കാലഘട്ടത്തിൽ ചർച്ച്, അല്ലെങ്കിൽ നമുക്കറിയാം സഭ എന്ന് പറയുന്നത് ആത്മീകമായിട്ട് ഒരു യെരൂശലേമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയും ഈ കാര്യം തന്നെ പ്രാബല്യത്തിൽ നമുക്ക് അതേ രീതിയിൽ എടുത്ത് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം പലപ്പോഴും നമ്മെ അനുശാസനത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷണത്തിലേക്കൊക്കെയും കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ന്യായവിധികൾ നാം പലപ്പോഴും അനുഭവിക്കും, കർത്താവ് നമ്മെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. എന്നാൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ കർത്താവിൻ്റെ ജനമായിട്ടുള്ള ഇസ്രായേൽ ജനത്തോട് ചെയ്തതുപോലെ കർത്താവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നന്മ മാത്രമാണ്. ഇവിടെ പറയുന്നത്, ഞാൻ വീണ്ടും നന്മ വരുത്തുവാൻ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. നിങ്ങളുടെ അവസ്ഥകൾ എന്താണെങ്കിലും എൻ്റെ അത്യധികമായിട്ടുള്ള ലക്ഷ്യം നിങ്ങളുടെ നന്മയെ കുറിച്ച് മാത്രമായിരിക്കും. അത് മറ്റൊരു ഭാഗത്തും വായിക്കുന്നു. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചേ. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അവിടെ ഈ യഹോവയുടെ നമ്മെക്കുറിച്ചുള്ള, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ നാം വായിക്കുന്നു. ജെറമ്യാ ചാപ്റ്റർ 29 and verse 11. ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഒഴിച്ചുകളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായതുകൊണ്ട് അവരെ സ്തോഫാത്തിൽ അടക്കം ചെയ്യും. ഏതാ വായിച്ചത്? 29:11. പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവായെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേഴ്സാണ്. കർത്താവിൻ്റെ നിരൂപണങ്ങൾ, ചിന്തകൾ തൻ്റെ ജനത്തെക്കുറിച്ച്. അത് തിന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളല്ല, ചിന്തകളല്ല. തോട്ട്സ്, ഇന്റൻഷൻസിനായിരിക്കും കുറച്ചുകൂടെ നല്ല വാക്ക് ഇംഗ്ലീഷിൽ. കർത്താവിൻ്റെ നിരൂപണങ്ങൾ, കർത്താവ് നമ്മെ ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കുന്നത് എപ്പോഴും നന്മയെക്കുറിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ ശിക്ഷണത്തിലൂടെ കടന്നുപോയാലും കർത്താവ് അത്യധികമായിട്ട് ഏറ്റവും ഒടുവിൽ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 14-ഉം 15-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ഗ്രഹത്തിൽ സംഭവിച്ച വിഷയങ്ങൾ കാണുമ്പോഴും നമുക്ക് ആ ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത്. അവർ ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ഈ രീതിയിൽ എൻ്റെ ന്യായവിധി അനുഭവിച്ചവരാണ്. ഇന്ന് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു, നിങ്ങളെ നന്മ കാണുവാൻ പോകുന്നു. നിങ്ങൾ ധൈര്യമായിട്ടിത് പണിഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വേല ചെയ്യുക. കാരണം അത്യന്തികമായിട്ട് മൈ ഇന്റൻഷൻസ് ആർ ഗുഡ് കൺസേണിങ് യു. നിങ്ങളെക്കുറിച്ച് എൻ്റെ ഉദ്ദേശങ്ങൾ നന്മയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. ഈ 14-ഉം 15-ഉം വാക്യം വായിക്കുമ്പോൾ, ഗോഡ്സ് അൺചേഞ്ചിങ് പർപ്പസ് ടു ബ്ലെസ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഉദ്ദേശം. 14-ഉം 15-ഉം വാക്യങ്ങൾ. കർത്താവിൻ്റെ ഈ ഒരു ഉദ്ദേശത്തിന് ഒരു കാലത്തും മാറ്റമില്ലായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ അന്നേ കാലത്തും മാറ്റമില്ല, ഇന്ന് തൻ്റെ സഭയോടുള്ള ബന്ധത്തിലും മാറ്റമില്ല.
ആത്യന്തികമായിട്ട് ജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ള ഉദ്ദേശമാണ് കർത്താവിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ളത്. മറ്റൊരു ഉദ്ദേശവുമില്ല. പലപ്പോഴും നമുക്ക് ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ട് അന്നേരം സംഭവിക്കുന്ന ഷോർട്ട് ടേമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ സഭയിലൊക്കെ ആയാലും നാം ചിന്തിച്ചു പോകാറുണ്ട് പലപ്പോഴും കർത്താവിൻ്റെ നിരൂപണങ്ങൾ എന്താണ്, കർത്താവ് എന്താണ് ഈ വിഷയത്തിൽ എന്നെക്കുറിച്ച്, ഞങ്ങളെക്കുറിച്ച്, നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രചോദനം ലഭിക്കാം. ഹിസ് ഇന്റൻഷൻസ് ഈസ് ഓൺലി ടു ബ്ലെസ് ഹിസ് പീപ്പിൾ. കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവ് വീണ്ടെടുത്ത, കർത്താവ് നയിക്കുന്ന ജനത്തെക്കുറിച്ച്, ജനത്തിനെ അനുഗ്രഹിക്കുവാനുള്ള ആഗ്രഹം മാത്രമാണ് കർത്താവിനുള്ളത്. ജനം തെറ്റിപ്പോകുമ്പോൾ, ജനം ശരിയായ പാത വിട്ടു മാറിപ്പോകുമ്പോൾ അവരെ ശിക്ഷണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്, അനുശാസനം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്, ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അത്യാവശ്യ കാര്യമാണ്. നീതിമാനായിട്ടുള്ള ദൈവം അത് ചെയ്തിരിക്കും. എന്നാൽ അവസാനം നാം 15-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ഞാൻ വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. ബലമില്ലാതെ വരുമ്പോൾ, ഇത് പണിയുവാൻ റിസോഴ്സസ് ഇല്ലാതെ വരുമ്പോൾ എങ്ങനെ പണിയും, എങ്ങനെ ദേവാലയം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ഭയന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. ഗോഡ്സ് അൺചേഞ്ചിങ് പർപ്പസ്, മാറ്റമില്ലാത്ത ഉദ്ദേശം ജനത്തെ അനുഗ്രഹിക്കുവാനുള്ളത്. അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 16-ഉം 17-ഉം. ദൈവനാമത്തിന് മഹത്വം. 15-ാം വാക്യത്തിൽ കർത്താവ് യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുക, ഞാൻ നിങ്ങളെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ശാപത്തിലായിരുന്നു, നിങ്ങൾ തിന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അടിമത്തത്തിലായിരുന്നു, നിങ്ങൾ മടങ്ങി വന്നു, ഇനിയും നന്മകൾ ഞാൻ ചൊരിയുവാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. 16-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ദീസ് ആർ ദ തിങ്സ് വിച്ച് യു ഷുഡ് ഡു. അപ്പോൾ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളാണ് 14-ഉം 15-ഉം വാക്യത്തിൽ പറഞ്ഞത്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്, നിങ്ങൾ ഇനി നന്മ കാണുവാൻ പോവുകയാണ്. യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ആ തിന്മയുടെ കാലഘട്ടം മാറി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ദേവാലയം പണിഞ്ഞോളൂ. എന്നാൽ ഈ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ചില അക്കമിട്ട് 2-3 കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുകയാണ്. എന്താണ് ചെയ്തത്? ഓരോരുത്തൻ താത്താന്റെ കൂട്ടുകാരനോട് സത്യം പറയുവിൻ. അപ്പോൾ ട്രൂത്ത്, സത്യത്തിന് ഊന്നൽ കൊടുക്കുന്നു. അവിടെ ആദ്യത്തെ വിഷയം നാം കാണുന്നത്, നിങ്ങൾ സത്യം പറയുന്നവരായി തീരണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത് പറയുന്നത് 16-ാം വാക്യം, നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവിൻ. അപ്പോൾ റൈച്ചസ്നെസ് ആൻഡ് പീസ്. അപ്പോൾ ഇതിനെ ഒന്ന് ക്രോഡീകരിച്ച് നാം ചിന്തിച്ചാൽ 2 പ്രത്യേക കാര്യങ്ങൾ കർത്താവോട് പറയുകയാണ്. ഒന്ന്, ഈ നീതിയും നേരും എല്ലാം നമുക്ക് സത്യത്തിനോട് ചേർത്ത് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ വേണ്ടി എളുപ്പമാണ്. സത്യം നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്യണം, നേരോടെ, നീതിയോടെ. മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയണം. ട്രൂത്ത് ആൻഡ് പീസ്. ഓരോ വിഷയങ്ങൾ എടുത്ത് നമുക്ക് വിവരിക്കുവാൻ സാധിക്കും. എന്നാൽ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഈ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. ട്രൂത്ത് ആൻഡ് പീസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ നന്മ കൊണ്ട് വർഷിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ പോകുന്നു. 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം പുതുക്കി പണിയുവാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ഉണ്ട്, ഇതിന്റെ അടിസ്ഥാനം ഓൾറെഡി ഉണ്ട്. അതിന്റെ മുകളിൽ നിങ്ങൾ പണിയുകയാണ്, ദേവാലയം പണിയുകയാണ്. എങ്ങനെയാ നിങ്ങൾ പണിയേണ്ടത്? അത് പണി എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടത്? സത്യത്തിലും സമാധാനത്തിലും നേരോടെയും ആ കാര്യങ്ങളൊക്കെ നാം വായിച്ചു. അപ്പൊ സത്യവും
സമാധാനവും. അത് നമ്മോടും ഉള്ള ഒരു വെല്ലുവിളിയാണ്, ചാലഞ്ചാണ്. അന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ അവരോട് ഇത് പറയാനുള്ള പ്രത്യേക കാരണമുണ്ട്. ഇവര് വന്നത് എവിടെ നിന്നാണ്? ബാബിലോണിൽ നിന്നാണ് കടന്നു വന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്? ആ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമില്ലാത്ത അവസ്ഥയാണ്. അവർ ഇത്രയും നാളും കണ്ടത് അല്ലെങ്കിൽ കളവ് സംസാരിക്കുന്ന ഒരു ജനം, തിന്മ ചെയ്യുന്ന ഒരു രാജ്യം, തിന്മയുടെ ചുറ്റും ജീവിച്ചു വന്ന ഒരു വിഷയം, അതിലൂടെ ലോകപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ നേടുന്നത് അവര് ബാബിലോണിൽ കണ്ടു കാണും. സമാധാനമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജനം. ഇവിടെ പറയുന്നു, നിങ്ങള് എൻ്റെ ജനം ചെയ്യേണ്ടിയ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സത്യം പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഇതിലൂടെ കടന്നു വരണം. നമ്മുടെ ഒന്ന് ആലയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സഭാജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നാം ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭ, നാം ഇവിടെ സഭയായിട്ട് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയല്ലേ? സത്യവും ന്യായവും സമാധാനവും നമ്മുടെ സഭയിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആലയം നാം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഈസ് ദ മാർക്ക് ഓഫ് ദ ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രതീകമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചിഹ്നമുണ്ടെങ്കിൽ, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം. സത്യം, ന്യായം, സമാധാനം. അത് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദേവാലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു അവസ്ഥയാണ്. ഇത് ഒരു ഇസ്രായേൽ ജനത്തോടാണ്, യഹൂദ ഗ്രഹത്തോടാണ് സെക്കറിയാവിൻ്റെ ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കൊരു വാക്യം ഇതിനോടനുബന്ധിച്ച് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 and verse 9. അവിടെ പൗലോസിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. മതി ഞങ്ങള്. അതിന്റെ ആദ്യത്തെ തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്യോന്യം ഭോഷ്ക് പറയരുത്. ഡു നോട്ട് ലൈ ടു വൺ അനദർ. ഇത് ആരോടാ പറയുന്നത്? വിശ്വാസികളോട്. കൊലോസ്യർക്കുള്ള ഒരു ലേഖനമാണ്. ആ വിശ്വാസികളോടാണ്, ദൈവജനത്തോടാണ് പറയുന്നത്. പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള എക്സോട്ടേഷൻ, പ്രബോധനം നാം വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. നമ്മോട് ഈ കളവ് സംസാരിക്കുന്ന, ഭോഷ്ക് സംസാരിക്കുന്നതിനെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? നാം ദൈവജനമാണല്ലോ, നാം ഒരിക്കലും കളവ് ഭോഷ്ക് സംസാരിക്കാത്തവരാണല്ലോ. അങ്ങനത്തെ ജനത്തോട് ആണ് പൗലോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചത്, നിങ്ങൾ അന്യോന്യം ഭോഷ്ക് പറയരുത്. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ അങ്ങനെ പറയുവാനുള്ള സാധ്യതകളുണ്ട്, അങ്ങനെ പറയുന്നവരാണ്. അത് നാം സമ്മതിച്ചേ മതിയാവും. പല സാഹചര്യങ്ങളിൽ ജീവിതത്തിന്റെ പല മേഖലകളിൽ നാം കടന്നു പോകുമ്പോൾ ഭോഷ്ക് നാം പറയാറുണ്ട്. ആരായി ഈ കളവ് പറയുന്നത്? സാധാരണ നാം കുഞ്ഞുങ്ങൾ ഒക്കെ കാണുമ്പോൾ നമ്മളോട് ചെറുതും വലുതുമായിട്ടുള്ള കളവ് പറയാറുണ്ട്. എന്തുകൊണ്ടാ പറയുന്നത്? സത്യം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാ? നാം മനുഷ്യരുടെ മുൻപിൽ താഴുവാൻ നമുക്ക് പറ്റത്തില്ല. നാം ചിലപ്പോൾ സത്യം സംസാരിച്ചാൽ വളരെ എംബാരസിങ് ആയിരിക്കും, അല്ലേ? സത്യം സംസാരിച്ചാൽ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നെക്കുറിച്ച്, എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ അവസ്ഥകളെക്കുറിച്ച്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ നാം കളവ് പറയുവാൻ ഇടയായി തീർന്നത്. ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഈ വാക്യങ്ങളിലൂടെ. സെക്കറിയാവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ സത്യം പറയുക അന്യോന്യം. അപ്പോൾ സത്യം പറയാതിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബാബിലോണിൽ ചിലപ്പോൾ കേട്ട് കാണും, കണ്ടു കാണും, ശീലിച്ചു കാണും. എന്നാൽ നിങ്ങളിപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്, നന്മ കാണുവാൻ പോവുകയാണ്. നിങ്ങൾ ആ തിന്മ മാറ്റി, കളവ് സംസാരിക്കുന്നത് മാറ്റി സത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. അതിന്റെ കാരണം എന്താണ്? നാം കളവ് സംസാരിക്കുമ്പോൾ അവിടെ കൂട്ടായ്മയുടെ മാധുര്യം നമുക്ക് നഷ്ടപ്പെടും. വെൻ ദർ ഇസ് ഫാൾസ്ഹുഡ് ദാറ്റ് ഡിസ്ട്രോയ്സ് ഫെലോഷിപ്പ്. അതിന് യാതൊരു സംശയവുമില്ല. നാം ആത്മീക കൂട്ടായ്മകളിൽ കടന്നു വരുമ്പോൾ അവിടെ സത്യമല്ലാതെ മറ്റെന്തുണ്ടെങ്കിലും അതിന്റെ മാധുര്യം നഷ്ടപ്പെടും. ഫാൾസ്ഹുഡ് ഡിസ്ട്രോയ്സ് ഫെലോഷിപ്പ്. അത് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവിന് ആ രീതിയിൽ കളവ് ഉള്ളിടത്ത്, ഭോഷ്കുള്ളിടത്ത് നിലനിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. രണ്ടാമത്തെ കാര്യം സമാധാനം.
നിങ്ങളുടെ എവിടെ ഉണ്ടാവണം? നിങ്ങളുടെ ഗേറ്റ്സിൽ പീസ് ഷുഡ് ബി ഇൻ യുവർ ഗേറ്റ്സ്. നിങ്ങളുടെ ആ കൂടിവരവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യത്തിൽ സമാധാനത്തിൻ്റെ ഒരു അനുഭവവും ഉണ്ടാവണമെന്ന് ആ ജനത്തോട് പ്രബോധിപ്പിക്കുകയാണ്. സമാധാനം എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന വിഷയമാണ്. സമാധാനമില്ലാതെ ഒരു ആത്മീക വളർച്ച നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കത്തില്ല. ഇത് എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്? നമ്മുടെ വാക്കുകളിൽ നാം അന്യോന്യം സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിനകത്ത് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുവിൻ. ഞാൻ മറ്റാരോടും പോയി അത് പറയണ്ട. സ്വന്തം കൂട്ടുകാരോട്, സ്വന്തം സഹോദരന്മാരോട്, സഹോദരിമാരോട്, സ്വന്തം നാം ഇടപെടുന്ന പ്രിയപ്പെട്ടവരോട് സത്യം സംസാരിക്കുവിൻ. ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ അന്യോന്യമുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ സമാധാനത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുവിൻ. അത് ആണ് 16-ാം വാക്യം. 17-ാം വാക്യമാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. 17-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഫോർ ഓൾ ദീസ് ആർ വാട്ട് ഐ ഹേറ്റ് ഡിക്ലെയർസ് ദ ലോർഡ്. അവിടെ മലയാളത്തിൽ പറയുന്നത് ഇതെല്ലാം ഞാൻ വെറുക്കുന്നല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇതിനെ നിങ്ങളിത് ചെയ്യാൻ പാടില്ല, ഇത് സൂക്ഷിക്കണം എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഹേറ്റ്സ്. അപ്പോ സത്യമില്ലാത്ത അവസ്ഥ കർത്താവ് അനുവദിക്കുന്നില്ല എന്നുള്ള വിഷയമല്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന് വെറുപ്പാണ്. ഗോഡ് ഹേറ്റ്സ് ഇറ്റ്. സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ കർത്താവിന് വെറുപ്പാണ്. നീതി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ കർത്താവിന് വെറുപ്പാണ്. ഗോഡ് ഹേറ്റ്സ് സച്ച് എ സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 16ഉം 17ഉം വാക്യങ്ങൾ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഈ 15-ാം വാക്യത്തിൽ പറഞ്ഞ നന്മയുണ്ടല്ലോ അത് അനുഭവിക്കുവാൻ അത്ര സാധ്യമുള്ള വിഷയമല്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് നന്മ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആലയം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആലയം പണിയുക, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയുന്നു, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സത്യം, സമാധാനം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതൊന്ന് ഓർക്കുക. 18ഉം 19ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവനാമത്തിന് മഹത്വം. അതിൻ്റെ അവസാനിപ്പിച്ചതും ആ വാക്കുകളും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവിൻ. കർത്താവിന് ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ് സത്യവും സമാധാനവും. ഈ അധ്യായം മുഴുവൻ ശാപം മാറ്റി അനുഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു വിഷയമാണ്. അവിടെ ഈ 16ഉം 17ഉം വാക്യങ്ങളിൽ മാത്രമാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതും 16-ാം വാക്യത്തിലാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ കർത്താവിന് വെറുപ്പുള്ള വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നാം ഭവനത്തിൽ ചെന്ന് സ്വയമേ ഒറ്റയ്ക്കിരുന്ന് നമുക്കൊന്ന് വായിക്കാവുന്നതാണ്. അത് കഴിഞ്ഞും അതിന് മുൻപും പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ്. 19-ാം വാക്യത്തിൽ നാം അവസാനം വായിച്ചത് സോ ലവ് ട്രൂത്ത് ആൻഡ് പീസ്. അതുകൊണ്ട് നിങ്ങൾ സമാധാനവും സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവിൻ. 18ഉം 19ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ വാക്യം 19-ാം വാക്യം നാം കഴിഞ്ഞ സെഷനിലും ഒന്ന് എടുത്ത് വായിച്ചിരുന്നു. ഈ ഉപവാസത്തെക്കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ 19-ാം വാക്യത്തിൽ 18-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാടാണ്. 19-ാം വാക്യത്തിൽ ഈ ഉപവാസത്തെക്കുറിച്ച് നാം കാണുന്നു. ആ വാക്യത്തില് ഒരു പൂർണ്ണമായിട്ടുള്ള രൂപാന്തരമാണ് നാം കാണുന്നത്. ഒരു മാറ്റം. എന്താണ് മാറുന്നത്? ദൈവം ഈ ഉപവാസങ്ങളെ മാറ്റി എന്താക്കി തീർക്കുകയാണ്? ഉത്സവങ്ങളായിട്ട് മാറ്റുകയാണ്. God is turning fast into feast. ദൈവം ഈ ഉപവാസങ്ങളെ മാറ്റി ഉത്സവങ്ങളായിട്ട് തീർക്കുകയാണ്. അതല്ലേ നാം വായിച്ചത്? എന്താണ് വായിച്ചത്? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 4-ാം മാസത്തെ ഉപവാസവും 5-ാം മാസത്തെ ഉപവാസവും 7-ാം മാസത്തെ ഉപവാസവും 10-ാം മാസത്തെ ഉപവാസവും എന്തുവാ വായിച്ചത്? യഹൂദ ഗ്രഹത്തിന് ആനന്ദവും
സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കും. ഇതാണ് ഇനിയും സംഭവിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചപ്പോൾ നാം ഇതിനെക്കുറിച്ച് അല്പമായിട്ട് ധ്യാനിച്ചിരുന്നു, പഠിച്ചിരുന്നു. ഈ ഉപവാസങ്ങൾ യഹൂദ ജനം തുടങ്ങിയത് ദൈവത്തിന്റെ പ്രത്യേകമായിട്ട് ഒരു അരുളപ്പാടിന്റെ ബേസിസിലല്ല, അവരങ്ങ് തുടങ്ങിയതാണ്. പിന്നീട് അവര് ഒരു ചോദ്യം ചോദിച്ചു. നാം വായിച്ചതാണ് അധ്യായങ്ങളിൽ. എന്താ ചോദിച്ചത്? 7-ാം അധ്യായത്തിൽ ഞങ്ങൾ ഇനിയും ഈ ഉപവാസങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ കർത്താവ് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങള് ഈ ഉപവാസം ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അത്തരത്തിലുള്ള കാര്യം നാം കണ്ടതാണ്. അതെല്ലാം മറന്നിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഉപവാസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, കഷ്ടപ്പാട് നിങ്ങൾ ചെയ്തു, ഇനിയും ആ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകുകയാണ്. നിങ്ങളുടെ 4-ാം മാസത്തെയും 5-ാം മാസത്തെയും 7-ാം മാസത്തെയും 10-ാം മാസത്തെയും ഒക്കെ ഉപവാസങ്ങൾ മാറി ഇപ്പോൾ എന്തായി മാറുകയാണ്? അവിടെ ആനന്ദവും സന്തോഷവും പ്രമോദവുമായിട്ടുള്ള ഉത്സവങ്ങളായിട്ട് കർത്താവ് അതിനെ മാറ്റുവാൻ പോവുകയാണ്. കർത്താവ് റീബിൽഡ് ചെയ്യുകയാണ്. കർത്താവ് പുതുക്കി പണിയുകയാണ് ദേവാലയം. അതുകൊണ്ട് നിങ്ങൾക്കിനിയും ആനന്ദത്തിന്റെ ദിവസങ്ങളാണ്, സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്, നിങ്ങൾക്ക് നന്മയുടെ ദിവസങ്ങളാണ്. നിങ്ങളുടെ ആ ദുഃഖത്തിന്റെ ദിവസങ്ങൾ മാറി നിങ്ങൾക്കിപ്പോൾ ആഘോഷത്തിന്റെ, ഉത്സവങ്ങളുടെ ദിവസങ്ങളാണ് എന്നാണ് അവരോട്, ഇസ്രായേൽ ജനത്തോട്. അവർക്കത് വലിയ കാര്യമാണ്. അവര് ഈ 4 ആനുവൽ എല്ലാ വർഷവും ഈ ഉപവാസങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഒരു ജനമാണ്. അതെല്ലാം മാറി ഇനിയും സന്തോഷവും ആ ഉത്സവങ്ങളുമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. വലിയ ഉന്മേഷം അവർക്ക് കിട്ടുന്ന ഒരു വിഷയമാണ് അന്നത്തെ കാലത്ത്. ഇന്ന് സഭയോട് കർത്താവ് ഈ കാര്യം സംസാരിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിഷയം ഇതാണ്. ഈ ഉപവാസങ്ങൾ നാം കാണുമ്പോൾ നല്ല കാര്യമാണ്. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിശ്വാസത്തിനു വേണ്ടി ത്യാഗം സഹിക്കുന്നതും നാം ആ രീതിയിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നതും ഒക്കെ നല്ല കാര്യമാണ്. എന്നാൽ അന്ന് ഈ ഇസ്രായേൽ ജനം ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കുന്ന അറിയാമോ? എങ്ങനെ ഉപവസിക്കുന്നത്? ഉപവാസം എടുക്കുന്ന ആളെ കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഉപവസിക്കുന്ന ആളാണോ അല്ലയോ എന്നുള്ളത്. അവന്റെ മുഖം വളരെ ഡൗൺ ആയിട്ട്, വാടി ക്ഷീണിച്ച്, എന്തോ പ്രശ്നമുണ്ട് സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക്. എന്താ? ഞാൻ ഉപവസിക്കുകയാണ്. എന്താ? ഞാൻ ഇത്രയും മീറ്റിംഗ്സിന് പോയി നമ്മളോടുള്ള ബന്ധത്തിൽ. എന്തോ ഞാൻ ഇത്രയും തിരക്കിലാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു, ഞാൻ ഇത്രയും ബൈബിൾ സ്റ്റഡി ക്ലാസ്സസ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വിഷയങ്ങൾ അവതരിപ്പിച്ചു, ദൈവത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തു. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നാം ചെയ്യുമ്പോൾ, ഉപവാസം ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള കഷ്ടതകൾ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ, ശ്രമങ്ങൾ നാം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ആ രീതിയിൽ കാണിക്കുവാൻ വേണ്ടിയോ അതിന്റെ പ്രദർശനത്തിന് വേണ്ടിയോ ഒരിക്കലും ആകരുത്. അത് ദൈവത്തോടുള്ള ഭക്തിയുടെ പ്രദർശനം മാത്രമായിരിക്കണം. ദൈവത്തിന് വേണ്ടി മാത്രം ആത്മാർത്ഥതയോടെ, ആ വാക്യം ഞാൻ ഉപയോഗിക്കട്ടെ, സത്യസന്ധതയോടെ സത്യമായിട്ട് ചെയ്യുന്ന കാര്യം മാത്രം ആയിരിക്കണം. അത് നാം ഓർക്കേണ്ട വിഷയമാണ്. പുതിയ വാഗ്ദത്തങ്ങൾ നമുക്കറിയാം. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷവും നമുക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും നാം മറക്കുന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് മാത്രം നാം ചിന്തിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ തരുന്നത്? ജോയ് നമ്മുടെ ഹൃദയത്തിൽ തരും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ, അതിന്റെ ഒരു ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും കാണും. അപ്പോൾ ഉപവാസം, ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ചെയ്യാം, ദൈവത്തിന് വേണ്ടി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാം. എന്നാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ എപ്പോഴും സത്യസന്ധമായിട്ടുള്ളതായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കളയാതെ വളരെ താല്പര്യത്തോടെ വേണം എല്ലാ കാര്യങ്ങളും സഹിക്കാനും ചെയ്യുവാനും വേണ്ടി. ഞാൻ സഭയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ സഭയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള ഒരു അഹങ്കാരത്തോടെ അല്ല നാം നിൽക്കേണ്ടത്. മറിച്ച് നാം എന്ത് ചെയ്യണം? അത് ദൈവത്തിങ്കൽ സമർപ്പിച്ച് വളരെ സന്തോഷത്തോടെ അടുത്ത ആക്ടിവിറ്റി ചെയ്യുവാൻ ഉന്മേഷത്തോടെ നിൽക്കണം. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഒരു ധാരണയോടെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടെ ഞാനായിരിക്കണം. അതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്നത്തെ കാലത്തില്. ദൈവം നമ്മുടെ ഉപവാസങ്ങളെ ഉത്സവങ്ങളാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. നാം ദൈവത്തിന് വേണ്ടി ഉപവസിക്കുമ്പോൾ
അതിൻ്റെ ഒരു ആത്മീകാർത്ഥം മറ്റൊരർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്, നാം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ആ രീതിയിൽ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, അത് ആത്മാർത്ഥതയോടെ നാം ചെയ്യുമ്പോൾ അതിനെല്ലാം മാറ്റി ഉത്സവങ്ങളാക്കി മാറ്റുന്ന ഒരു ദിവസവും വരുന്നുണ്ട്. ഓക്കെ, ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് പോകുവാനുള്ള ദിവസവും വരുന്നുണ്ട്. അതവിടെ നിർത്തി ഞാൻ മുമ്പോട്ട് പോകട്ടെ. അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണത്തിലെ നിവാസികളും വരുവാനിടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനും വരും. ദൈവനാമത്തിന് മഹത്വം. ഏറ്റവും കാതലായിട്ടുള്ള വിഷയം നാം ഈ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ 3 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ കർത്താവ് പറഞ്ഞത്? സത്യവും സമാധാനവും. ഓർക്കുവാൻ എളുപ്പമാണ്. സത്യവും സമാധാനവും കർത്താവ് നമ്മെ നന്മയിലേക്ക് നടത്തുമ്പോൾ, അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെ ഇഷ്ടപ്പെടുക, സത്യവും സമാധാനവും. അങ്ങനെ ഇഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ സത്യത്തിലും സമാധാനത്തിലും നടക്കുന്ന ഒരു ജനം ആ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ചുറ്റും ഈ ലോകത്ത് സംഭവിക്കുന്ന വിഷയമാണ് നാം അവിടെ കാണുന്നത്. മെനി പീപ്പിൾ ആൻഡ് സ്ട്രോങ് നേഷൻസ്. അവിടെ അനേകം ജനം എന്ത് സംഭവിക്കും? അവര് യെരൂശലേമിലേക്ക് കടന്നു വരും. യെരൂശലേമിലേക്ക് കടന്നു വരും. അതാണ് അവരോട് ഈ പ്രവചനത്തിലൂടെ പറയുന്നത്. ഒരു ദിവസം വരുന്നുണ്ട്, ഈ അന്യജാതികളായിട്ടുള്ള ദേശങ്ങളെല്ലാം യെരൂശലേമിലേക്ക് അടുത്തു വരുന്ന ഒരു ദിനം. കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി സത്യദൈവത്തെ മനസ്സിലാക്കി, ആ യെരൂശലേമിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ യെരൂശലേമിലേക്ക് അടുത്തു വരുന്ന ഒരു പ്രവചനമാണ്. ആ മെശിഹായുടെ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. അങ്ങനത്തെ ഒരു ദിനം വരുന്നു. യെരൂശലേമിലേക്ക് ചുറ്റുമുള്ള ജനം അവിടെ ആകർഷിക്കപ്പെടുകയാണ്. അതാണ് ആ ജനത്തോട് ദൈവാത്മാവ് പറയുന്നത്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വായിക്കുന്നത്, ദേ ആർ ലൈറ്റ് ടു ദ നേഷൻസ്. മറ്റ് ജാതികൾക്ക്, മറ്റ് രാജ്യങ്ങൾക്ക് അവരൊരു വെളിച്ചമായിട്ട്, പ്രകാശമായിട്ട് തീർന്നു. 60-ാം അധ്യായം 3-ാം വാക്യം. ആ രീതിയിൽ ദേ വിൽ അട്രാക്ട്. യെരൂശലേം മറ്റു രാജ്യങ്ങളെ അവരുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. എങ്ങനെയുള്ള ജനമാണ്? കർത്താവിന്റെ അനുഗ്രഹവും നന്മയും അനുഭവിച്ച് ഈ സത്യവും സമാധാനവും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഇതാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത്. ജനങ്ങൾക്ക് there is a magnetic force which will attract other people towards Jerusalem, towards Israel. ഇസ്രായേലിലേക്ക്, യെരൂശലേമിലേക്ക് മറ്റ് രാജ്യങ്ങൾ അടുത്തു വരുന്ന, കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നമ്മെക്കുറിച്ച്, നമ്മോട് ഇത് ആത്മീകമായിട്ട് എന്തുവാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് ഒരു ആത്മീകമായിട്ടുള്ള യെരൂശലേമാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ യെരൂശലേം. ദൈവം വസിക്കുന്ന ഒരു സ്ഥലമാണ്. നാം സാധാരണ ഇവാഞ്ചലിസം അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നാം പുറത്തേക്ക് പോയി പ്രസംഗിച്ച് ജനങ്ങളോട് സത്യം അറിയിക്കുക. ശരിയാണ്, അത് ശരിയായിട്ടുള്ള ഒരു മാർഗമാണ്, ഒരു നല്ല മാർഗം തന്നെയാണ്. എന്നാൽ ഇവിടെ വായിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇവാഞ്ചലിസമാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നാം കാണുന്നത്, മറ്റുള്ളവർ ഇവരുടെ ജീവിതം കണ്ട്, ഈ രാജ്യത്തിന്റെ പ്രത്യേകത കണ്ട്, അതിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കണ്ട് അവര് അവരുടെ അടുത്തേക്ക് വരുന്ന വിഷയമാണ്. മെനി പീപ്പിൾ ആൻഡ് 22-ാം വാക്യം, മെനി പീപ്പിൾ ആൻഡ് മൈറ്റി നേഷൻസ് വിൽ കം ടു സീക്ക് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ് ഇൻ ജെറുസലേം ആൻഡ് ടു എൻട്രീ ദ ഫേവർ ഓഫ് ദ ലോർഡ്. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ ആ സൈന്യങ്ങളുടെ യഹോവയുടെ അന്വേഷണത്തിനായിട്ട് കടന്നു വരും. കർത്താവ് അവിടെ ഉണ്ട്, കർത്താവിന്റെ പ്രവൃത്തി അവിടെ ഉണ്ട്, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അനേക ജനം ഈ യെരൂശലേമിലേക്ക് അക്ഷരികമായിട്ട് കടന്നു വരും.
നമ്മുടെ ജീവിതങ്ങൾ അങ്ങനത്തെ ജീവിതങ്ങളാകുവാനാണ് കർത്താവിന്റെ വചനം ഇതിലൂടെ പ്രബോധിപ്പിക്കുന്നത്. ലെറ്റ് us be magnets for the people around us. നമുക്കറിയാം, ഒരു 2 മുട്ടുസൂചി ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ മറ്റ് സാധനങ്ങളുടെ നടുക്ക് വീണ് കിടക്കുകയാണ്. അത് തപ്പുവാൻ ഏറ്റവും എളുപ്പമാർഗം എന്താണ്? 2 മാർഗങ്ങളുണ്ട് ഉള്ളത്. ഒന്നെങ്കിൽ ആ കിടക്കുന്ന അഴുക്കെല്ലാം കളഞ്ഞ് ആ 2 മുട്ടുസൂചി തപ്പിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുറത്തൊരു വലിയ കാന്തം, ശക്തിയുള്ള ഒരു മാഗ്നറ്റ് വെച്ചാല് അതിലേക്ക് ഈ മുട്ടുസൂചി തന്നെ വന്ന് ആകർഷിതമായിട്ട് ഒട്ടി പറ്റിച്ചേരും. അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് ഇവാഞ്ചലിസം. നമ്മുടെ ജീവിതങ്ങൾ അത്തരത്തിലുള്ള ജീവിതങ്ങളായി തീരണം. നാം ദൈവത്തെക്കുറിച്ച് അറിയിക്കണം. നല്ല കാര്യമാണ്, അത് നാം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രചോദനം നൽകുന്ന വിഷയം ഇതാണ്: നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ സഭാസാക്ഷ്യം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊക്കെയും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട്, നാം നേരത്തെ വായിച്ചതുപോലെ, താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുക, താന്റെ കൂട്ടുകാരനോട് സമാധാനത്തിൽ ഇടപെടുക, നിങ്ങൾ അന്യോന്യം ഭോഷ്ക് സംസാരിക്കാതിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. ചുറ്റുമുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാവും: ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, യെരുശലേമിൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ ചർച്ചിൽ, ഈ സഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ സഭയിലേക്ക് ഒരു പുതിയ ആട് വന്നാൽ, ഒരു അവിശ്വാസി വന്നാൽ, നമ്മുടെ കൂട്ടായ്മയിലേക്ക്, കൂടിവരവിലേക്ക് ഒരു വ്യക്തി വന്നാൽ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ വരുന്ന വ്യക്തിക്ക് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അവബോധം ഉണ്ടാകണം, ഒരു ബോധ്യം ഉണ്ടാകണം. നമ്മുടെ അന്യോന്യം ഉള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ, ആ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ ഒരു കാന്തം എന്ന പോലെ അവരെ നാം നമ്മളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുഷ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ പുള്ളി ചെയ്ത് നമ്മളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. ഇവിടെ ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്ന വിഷയം ഇതാണ്: യെരുശലേമിലേക്ക് ഒരു ദിവസം എല്ലാവരും ചേരുന്ന ഒരു സമയമുണ്ട്. എല്ലാവരും യെരുശലേമിലേക്ക് അടുക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. എന്നാൽ നാം ഇന്ന് ദൈവത്തിന്റെ ജനമായിട്ടിരിക്കുമ്പോൾ ലെറ്റ് us be magnets showing God's presence. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു കാന്തം പോലെ നമുക്കാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ. പ്രത്യേകിച്ചും ഈ പീഡനത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ തേടി വരുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? നമ്മുടെ ജീവിതങ്ങളിലൂടെ, നമ്മുടെ സാക്ഷ്യത്തിലൂടെ, നമ്മുടെ സത്യവും സമാധാനത്തിലൂടെയും അത് സാധ്യമായി തീർന്നാൽ അതിലും കൂടുതൽ നന്മ വേറെ ഉണ്ടോ? നമുക്ക് മുമ്പോട്ട് പോകാം. 23-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവനാമത്തിന്റെ മഹത്വം. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ ഒരു അവസാനത്തെ പൂർത്തീകരണമാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. അവര് യെരുശലേമിലേക്ക് ആകർഷിക്കപ്പെടുന്ന വിഷയമാണ്. എന്നാൽ അവിടെ വായിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യം, എത്ര പേരാണ്? 10 പേര് ഒരു യഹൂദന്റെ വസ്ത്രത്തെ തൊട്ട് മുമ്പോട്ട് വരികയാണ്. അവരെ അനുഗമിച്ച് യെരുശലേമിലേക്ക് വരികയാണ്. 10 പേര് നാം മറ്റൊരു സ്ഥലത്തും കാണുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് അറിയാവുന്ന ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 32-ാം വാക്യം. അവിടെ മറ്റൊരു 10 പേരെ കുറിച്ച് നാം കാണുന്നു. എബ്രഹാമും ലോത്തും അവർ തമ്മിലുണ്ടായ ഒരു സംഭവം നമുക്കറിയാം. അവസാനത്തെ ശേഷിപ്പ് എത്രയായിരുന്നു? എന്താ ദൈവം പറഞ്ഞത്? 10 പേരുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നില്ല, നിങ്ങളെ വിട്ട് അയച്ചേക്കാം. ഒരു 10 പേരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ, നല്ല ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പറയുന്നത്, in those days 10 men from all nations will grasp the garment of a Jew, saying, let us go with you, for we have heard that God is with you. For we have heard God is with you. ദൈവത്തിന്റെ സാന്നിധ്യ ബോധം മറ്റുള്ളവർക്ക് മനസ്സിലായി. ഇവരുള്ള സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെട്ട് യെരുശലേമിലേക്ക്, അവര് പോകുന്ന സ്ഥലത്തേക്ക് അവര് കൂടെ ചേർന്ന് വരികയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് സഭയോട് ദൈവത്തിന്റെ ആഹ്വാനം ഇതാണ്. യഹൂദനോട് പറഞ്ഞതുപോലെ ഹോൾ ഹാർട്ടഡ്
ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. നാം പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിൻ്റെ അനുയായികളാണെങ്കിൽ, ശിഷ്യന്മാരാണെങ്കിൽ നാം ചെയ്യേണ്ടത് ഈ രീതിയിൽ സത്യത്തിലും സമാധാനത്തിലും നാം നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ഇത് സംഭവിക്കും. ലെറ്റ് us go with you. നിങ്ങളുടെ കൂടെ വരുവാൻ കുറച്ച് പേര് ഉണ്ടായിരിക്കും. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും വലിയ കാര്യങ്ങളൊന്നും നാം ആ രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. വലിയ പണമൊന്നും നാം മുടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം ഇപ്രകാരമാണെങ്കിൽ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതങ്ങളാണെങ്കിൽ, സത്യം സംസാരിക്കുന്ന ജീവിതങ്ങളാണെങ്കിൽ, സമാധാനം കാംക്ഷിക്കുന്ന ജീവിതങ്ങളാണെങ്കിൽ, മറ്റുള്ളവർ പറയും ലെറ്റ് മീ കം വിത്ത് യു, നിങ്ങളുടെ കൂടെ ഞാൻ വന്നോട്ടെ. എന്താ കാരണം? അവസാനം എന്താ വായിച്ചത്? ഫോർ ലെറ്റ് us go with you, for we have heard that God is with you. നിങ്ങളുടെ കൂടെ വരുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്: ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോടുള്ള സൗഹൃദം അല്ലെങ്കിൽ സന്തോഷം അല്ല അവിടെ വിഷയം. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നത് ഒരു സത്യദൈവത്തെയാണ്. നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ സമാധാനവും കാണുമ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ കൂടെ ഞങ്ങളും വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ശേഷിപ്പിനെ കുറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്. വിശ്വസ്തമായിട്ടുള്ള ഒരു ശേഷിപ്പ്. ബാബിലോണിൽ നിന്ന് അവിടെ അടിമത്വം വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്ന, ദേവാലയം അത് അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുവാൻ, വീണ്ടും പണിയുവാൻ തുടങ്ങുന്ന ആ ജനത്തോട് പറയുകയാണ്, ഇത്തരത്തിലുള്ള കാര്യമാണ്. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ 1-2 കാര്യങ്ങൾ മാത്രം: സത്യം, സമാധാനം. അത് കണ്ട് മറ്റുള്ളവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കാംക്ഷിച്ച് അവർ മടങ്ങി വരും. ഈ കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഉള്ളടക്കം എന്താണ്? ഇസ്രായേൽ ജനത്തോട്, കർത്താവിൻ്റെ വിശുദ്ധ ജനത്തോട്, ആ ജാതിയോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം ഓൾറെഡി അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പണിയുമ്പോൾ അത് നേരോടെ സത്യത്തിൽ സമാധാനത്തിൽ നിങ്ങൾ പണിയുക. അങ്ങനെ നിങ്ങൾ പണിഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഭാവിയിൽ കാണുവാൻ പോകുന്നത് എൻ്റെ നന്മയുടെ ഈ ഒരു ദൃശ്യമാണ്. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അവര് നിങ്ങൾ പറയാതെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നമ്മോട് ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുന്ന വിഷയവും ഇത് തന്നെയാണ്. ദൈവം പറയുന്നു, നിങ്ങളുടെ സംസാരങ്ങൾ അന്യോന്യം നിങ്ങൾ സത്യം സംസാരിക്കുക. നിങ്ങൾ അന്യോന്യം സമാധാനം നിങ്ങൾ കൈവരിക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആത്മാവിൽ സന്തോഷമുള്ളവരായി തീരുക. നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അവിടെ പറയുന്നത് സന്തോഷത്തോടെ ചെയ്യുക. കർത്താവിന് വേണ്ടി എത്ര ചെയ്താലും മതിയാവത്തില്ല എന്ന് ഉള്ള മനോഭാവത്തോടെ, വളരെ സന്തോഷത്തോടെ ചെയ്യുക. കർത്താവ് ആഗ്രഹിക്കുന്നത് ഈസ് എ ഫെയ്ത്ത്ഫുൾ റെമിനന്റ് വിറ്റ്നസ്. കർത്താവിന് വേണ്ടി വിശ്വസ്തമായിട്ടുള്ള ഒരു ശേഷിപ്പിനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ പേരും നാമും ഇട്ടിരിക്കുന്ന പേര് അങ്ങനെ തന്നെയാണല്ലോ, വേർപെട്ട ജനം. മലയാളത്തിൽ അങ്ങനെ നാം പറഞ്ഞു. വേർപാടും വിശുദ്ധിയും സത്യവും സമാധാനവും ഒക്കെയും പാലിച്ച് ജീവിക്കുന്ന ഒരു ജനമാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കാണും. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർ കാണുമ്പോൾ അവർ നമ്മളോട് പറയും, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളും വരുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങളും വരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ മധ്യത്തിൽ സർവശക്തനായിട്ടുള്ള ദൈവമുണ്ട്. ആ ദൈവത്തെ ഞങ്ങൾക്കും കാണണം, ഞങ്ങൾക്കും അനുഭവിക്കണം. അങ്ങനത്തെ ജീവിതങ്ങളായി തീരട്ടെ നമ്മുടെ ജീവിതങ്ങൾ. അങ്ങനത്തെ കുടുംബങ്ങളായി തീരട്ടെ നമ്മുടെ കുടുംബങ്ങൾ. അങ്ങനത്തെ സഭയായി തീരട്ടെ നമ്മുടെ സഭ. ആ രീതിയിൽ പ്രബോധനം പ്രാപിച്ച് കർത്താവിനായിട്ട് ജീവിക്കുവാൻ, കർത്താവിൻ്റെ വചനം ഇനിയും പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.